Hello friends, it's me Haifa and Faiz. Welcome back to our channel. UK നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു എതിർവശമുണ്ട്. അതായത് ഒരു ബാഡ് സൈഡ് എന്ന് പറയും, കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ദ UK. നമ്മളിൽ പലരും UK വരിക, ഒരുപാട് പൈസ ഉണ്ടാക്കുക, തിരിച്ച് നാട്ടിലേക്ക് അതുപോലെ അയക്കുക, അങ്ങനത്തെയൊക്കെ കൺസെപ്റ്റ് വരുന്നത്. കാരണം നാട്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ട് അങ്ങനെ നാട്ടിലേക്ക് കിട്ടും അയക്കുക എന്നൊക്കെ പ്രതീക്ഷിച്ച് വരും. പക്ഷെ നമ്മൾ കാണാത്തൊരു സൈഡാണ് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് വാങ്ങണം, ഗ്രോസറീസ് വാങ്ങണം. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ റെൻ്റാണ്. UK റെൻറ്റ് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അത്രയും റെൻറ്റ് നമ്മളിവിടെ ഒരു മാസം കാണണം. അതുപോലെ തന്നെ നമുക്ക് ഈ റെൻറ്റ് എന്നുള്ളത് ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എക്സ്ക്ലൂഡ് എടുക്കുന്ന ഒരാൾക്ക് ഈ ബിൽസുകൾ എക്സ്ട്രാ വരുന്നത്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ്, അങ്ങനത്തെ ഓരോരോ ഘടകങ്ങളുണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കണക്കാക്കാൻ. ഈ ബിൽസ് എന്ന് പറയുന്നത് വളരെ ചീപ്പല്ല. നമ്മൾ ഇന്ത്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ഹൈ ആണ്, പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പാണ് ഇവിടെ, -5 ഡിഗ്രീസ് വരെ പോകും. അതുകൊണ്ട് ഹീറ്ററും കാര്യങ്ങളും നല്ലപോലെ നമ്മൾ റൂമുകളിൽ യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് നോർമൽ സമ്മർ ടൈമിൽ വരുന്നതിനെക്കാട്ടിയും ഡബിള് നമുക്ക് വിൻ്റർ ടൈമിൽ ബിൽസ് വരാൻ ചാൻസസ് ഉണ്ട് ഇവിടെ. ഈ ഹൗസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കാലിറ്റി ഉണ്ടല്ലോ, ആ ലൊക്കാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ലിവിങ്. ഇപ്പോൾ നമ്മൾ ലണ്ടൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഭയങ്കര ഹൈ ആയിരിക്കും. ലണ്ടൻ്റെ നിയർ ലണ്ടൻ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി കുറയും, ഔട്ടർ ആണെങ്കിൽ വീണ്ടും കുറയും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ടൗണിലോ ഒരു സിറ്റിയിലോ നമ്മൾ താമസിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പോർഷസായ ഏരിയാസ് ഉണ്ടാകും. ഒരു വലിയ പ്ലേസിൽ നമ്മൾ ഒരു വീട് മാത്രമായിട്ട് കെട്ടിന് വെക്കുക, അതായത് ഡിറ്റാച്ച്ഡ് ഹൗസസ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കൗൺസിൽ ടാക്സ് ഹൈ ആയിരിക്കും. അങ്ങനെ ഓരോ ഘടകങ്ങളുണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിൽസിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ബിൽസ് പറയുമ്പോൾ വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ്, അതുപോലെ തന്നെ കൗൺസിൽ ടാക്സ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് മൊബൈൽ ബില്ല്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കോൺട്രാക്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ബില്ല്, സിമ്മിൻ്റെ സെപ്പറേറ്റ് ആ ഒരു ഇത്, പിന്നെ നമുക്ക് ബ്രോഡ്ബാൻഡിൻ്റെ ബില്ല് വരും. അങ്ങനെ ബിൽസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ മന്തിലെയും നമ്മുടെ എക്സ്പെൻസ് കണക്കാക്കാൻ പറ്റുക. പിന്നെ ഇവിടെ TV ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു ബില്ലും കൂടി വരും. നമുക്ക് നാട്ടിലത്തെ പോലെ ഒരു TV വാങ്ങി ജസ്റ്റ് ഓൺലൈനിൽ നമുക്ക് ഫുട്ബോൾ മാച്ച് കാണാനോ ലൈവായിട്ടുള്ള എന്ത് പരിപാടികൾ കാണാനും നമുക്ക് ഇവിടെ ലൈസൻസ് വേണം. അതിനിവിടെ TV ലൈസൻസ് എന്നാണ് പറയുക. അതിന് ഇയർലി £100 അങ്ങനത്തെ ഒരു ചാർജ് ഉണ്ട്. അത് നമ്മളെ പേ ചെയ്താൽ മാത്രമേ നമുക്ക് TV ലൈവായിട്ടുള്ള ഷോസോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. പിന്നത്തെ ഒരു ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഗ്രോസറീസ് ആണ്. നമുക്ക് ഗ്രോസറീസ് എല്ലാ ഐറ്റംസും ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവിടെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. നാട്ടിൽ കിട്ടുന്ന ആ റേറ്റ് ആയിരിക്കില്ല ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടുത്തെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ ഫുഡ്, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുകയാണ് അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കണം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആണ്. അപ്പോൾ നോർമലി ഇവിടുത്തെ ആൾക്കാർ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി സെൽഫായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയായിരിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനും പറ്റും. പിന്നത്തെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കൂടി ഇതിൽ കൺസിഡർ ചെയ്യണം. കാരണം ഇപ്പോൾ ബസ്സിൽ പോകുന്ന അതേ കോസ്റ്റ് ആയിരിക്കില്ല കാറിൽ പോകുമ്പോൾ ഉണ്ടാവുക, മേ ബി ട്രെയിനിൽ പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എക്സ്പെൻസ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മന്ത്ലി എക്സ്പെൻസും കാര്യങ്ങളും വരിക. അങ്ങനത്തെ ഒരു കൺസിഡറേഷനും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയാണ്. സാലറി നല്ല എമൗണ്ട് ആണ്. നമുക്ക് ഹവർലി 12.71 ഇപ്പോഴത്തെ കറൻ്റ് റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ഒരു എമൗണ്ട് പേപ്പറിലാണ് ഉണ്ടാവുള്ളത്. നമുക്ക് കയ്യിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഇതിൽ ടാക്സ് കട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ NI വന്നിട്ട് അങ്ങനത്തെ ഒരു കട്ടിങ് ഉണ്ട്. പിന്നെ പെൻഷന് ചേർന്നവർക്ക് പെൻഷൻ സ്കീം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുക. നമ്മൾ വീട്, കാറ്, മൊബൈൽ ഫോൺസ്, അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ,
ഇതൊക്കെ നമ്മൾ കോൺട്രാക്ട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഇൻകം, അതായത് നമുക്കുള്ള സേവിങ്സ്. പക്ഷേ ഇവിടെ UK സേവിങ്സ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുള്ളൂ. പുതുതായിട്ട് UK വരാനിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. ചിലവാക്കുമ്പോൾ ഓരോ പൗണ്ടും ചിലവാക്കുമ്പോൾ നമ്മൾ നല്ലപോലെ നോക്കി കണ്ട് ചിലവാക്കുക. കാരണം പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. മാക്സിമം എക്സ്പെൻസസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ സേവിങ്സ് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരുത്തരും നാട്ടിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ മാക്സിമം എക്സ്പെൻസ് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് നമ്മുടെ സേവിങ്സ് വർദ്ധിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യണം. ഒരിക്കലും എൻജോയ് ചെയ്യാണ്ടിരിക്കരുത്, പ്രഷറോ കാര്യങ്ങളോ ആവരുത്. മാക്സിമം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു വിധത്തിൽ ചിലവാക്കുക, ബാക്കി നമ്മൾ സേവ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ UK എക്സ്പെൻസ് എന്നുള്ളത് പെട്ടെന്ന് നടന്നു പോകുന്ന കാര്യമാണ്. ഒരിക്കലും നമുക്ക് സേവിങ്സ് അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ UK സെറ്റിൽ ചെയ്യാൻ വരുന്നവർ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം. മാക്സിമം റിസർച്ച് ചെയ്യുക. ഇത്രയും നമുക്ക് എക്സ്പെൻസസും കാര്യങ്ങളും വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇൻകം എല്ലാം കിട്ടി നമുക്ക് ആ ഒരു പ്രോഫിറ്റബിളായ ലൈഫ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈഫ് ഇവിടെ കിട്ടുന്ന ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ബെല്ലൈക്കൺ കൂടി അടിക്കണേ. പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്.